സഹായങ്ങൾ ചെയ്ത എൻ്റെ കൂടപ്പിറപ്പുള്ള ഒരുപാട് പേരുണ്ട്. അവരില്ലാതെങ്കിൽ ഇപ്പോഴത്തെ ഈ പുസ്തകം പുറത്തു വരികയില്ല. അപ്പം ഇങ്ങനെ പുസ്തകം അവതരിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോൾ അവരൊക്കെ തന്നെ അവരാൾ കഴിയുന്ന സഹായങ്ങൾ സ്വരുക്കൂട്ടുകയും തിരുവനന്തപുരം അടിസ്ഥാനമാക്കിയുള്ള തപ്സിൻ്റെ ലേബലിൽ പ്ലാറ്റ്ഫോമിൽ ഈ പുസ്തകം പുറത്തിറക്കണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആണ് ഈ ഗ്രന്ഥം ഇന്ന് കാണുന്നതിൽ എഴുതുന്നത്. ഈ ഗ്രന്ഥത്തിനുള്ളിൽപ്പെടുന്ന ഉള്ളിലുള്ള കണ്ടന്റിനെ സംബന്ധിച്ച് അത് പലപ്പോഴും ഇപ്പോഴും ആൾക്കാർക്ക് അത് എന്താകും എന്നുള്ള എമ്പുരാന്റെ സിനിമ പോലെയാണ്, എന്താകും അറിയാൻ ഇരിക്കുക. കാരണം കല്ലട നാരായണൻ രാമൻ എന്ന് പറയുന്ന വ്യക്തിത്വത്തെ ഇത്രയും കാലമായി ആരും എടുത്തില്ല. എന്തുകൊണ്ടാണെന്നുള്ളതാണ് ചോദ്യം. അയ്യങ്കാളി, കണ്ടൻകുമാരൻ, പൊയ്കയിൽ കുമാരഗുരുദേവൻ, പാമ്പാടി ജോർജ് തുടങ്ങിയ അനവധിയായ മറ്റ് സമുദായങ്ങളുടെ പ്രജാസഭാ വ്യക്തിത്വങ്ങളെ അവർ എടുക്കുകയും ഒരു പ്രധാന ബിംബമായി കൽപ്പിച്ചുകൊണ്ട് അവരവരുടെ രാഷ്ട്രീയവും സാമൂഹികവുമായിട്ടുള്ള മേഖലയിലെ വളരെയധികം മുന്നിലേക്ക് പോയി കഴിയുമ്പോൾ നമ്മുടെ കുലത്തിൽ എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തെ എടുക്കാതിരിക്കുന്നത് എന്നുള്ള ഒരു ചോദ്യത്തിൻ്റെ അന്വേഷണം കൂടിയാണ് ഒരു തരത്തിൽ ഈ പുസ്തകത്തിലേക്ക് എത്തിച്ചേർന്നത്. ഈ പുസ്തകത്തിൽ ചില പരാമർശങ്ങൾ ചിലപ്പോൾ ചിലർക്ക് അസ്വസ്ഥത ഉണ്ടാക്കുമായിരിക്കാം എന്ന് തോന്നുന്നു. എങ്കിലും അത് ഒരു കാലഘട്ടത്തിൽ നടന്ന കാര്യമാണ്, ഒരു കാലഘട്ടത്തിലെ കാര്യം പറയാം. അതുകൊണ്ട് തന്നെ അത്തരം അസ്വസ്ഥതകൾ ഈ ആധുനികവും മുന്നോട്ടുള്ള പോക്കിനും തടസ്സമാകരുതെന്ന് മാത്രമാണ് അതിൻ്റെ ഗ്രന്ഥകാരൻ എന്ന രീതിയിലുള്ള എൻ്റെ അപേക്ഷ. വായനക്കാരെല്ലാവരും അത്തരത്തിൽ വേണം അത് കാണാനും. തീർച്ചയായിട്ടും 108 സമുദായ നേതാക്കന്മാരെ സംബന്ധിച്ചും സമുദായത്തിലെ പ്രഗത്ഭന്മാരെ സംബന്ധിച്ചും ബഹുമുഖ പ്രതിഭകളെന്നുള്ള കൃതി എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് അത് അതിൻ്റെ വർക്ക് ഏകദേശം തീരാറായിട്ടുണ്ട്. അടുത്ത ഏതാനും മാസങ്ങൾക്ക് ശേഷം ആ പുസ്തകവും നമ്മുടെ ഓരോരുത്തരുടെയും കൈകളിൽ എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷ. ഇത്രയാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത്. എൻ്റെ അകത്തെ കണ്ടന്റിനെ കുറിച്ചൊന്നും കൂടുതൽ പറയാനില്ല, കാരണം വായിച്ചതിന് ശേഷമാണ് പറയാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇത്രയാണ് പറയാനുള്ളത്. തുടർന്നുള്ള കാര്യങ്ങൾ തുടർന്നുള്ള കൂട്ടായ്മകളിൽ പറയാം എന്ന് കരുതുന്നു. എല്ലാവർക്കും വണക്കം.